വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രാസ്ഥാനിക നേതാക്കൾ, സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകർ, ഭാവിയിലെ സാഹിത്യകാരന്മാർ, കലാപ്രതിഭകൾ, 2 ദിവസങ്ങളിലായി നടക്കുന്ന കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ ഉദ്ഘാടന സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാഹിത്യത്തിൻ്റെ ധർമ്മവും മർമ്മവും വളരെ ആഴത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. സമൂഹത്തിൻ്റെ സമൂലമായ പരിവർത്തനത്തിന് സഹായിക്കുകയാണ് സാഹിത്യങ്ങൾ ചെയ്യുന്നത്. ലോകചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തുണ്ടായ വിപ്ലവങ്ങൾ, പരിവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നിൽ സാഹിത്യം വലിയ സംഭാവന നൽകിയതായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞകാല സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കൊക്കെ പ്രചോദനമേകുന്ന ധാരാളം സാഹിത്യ സർഗരചനകൾ എന്നും സ്മരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. പുതിയ സാഹചര്യം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഫാസിസം അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെ കീഴടക്കിക്കൊണ്ട് സംഹാര താണ്ഡവമാടുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന സാഹിത്യകാരന്മാർക്കും കലാപ്രതിഭകൾക്കും ധാരാളം ചെയ്യാനുണ്ട് എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കൽ ഒരു കാർട്ടൂൺ വായിച്ചതോർക്കുകയാണ്. കൂട്ടിലടച്ച ഒരു തത്തയോട് പറന്നു വന്ന കാക്ക ചോദിക്കുന്നുണ്ട്, എന്തേ നീ കൂട്ടിലായത് എന്ന്. ആ സമയത്ത് തത്ത പറഞ്ഞ മറുപടി, എനിക്ക് സംസാരിക്കാൻ അറിയാമെന്നായിരുന്നു. അതായത് സംസാരിക്കുന്നവരെ മുഴുവനും അടിച്ചമർത്തുകയും കൽത്തുറങ്കിലാക്കുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ സാഹിത്യരചനകൾക്ക്, സർഗശേഷികൾക്ക് വലിയ റോളാണുള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവുമെല്ലാം അഭിമാനത്തോടെ ഓർക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ രാജ്യം 190 വർഷം ബ്രിട്ടീഷുകാരൻ്റെ കീഴിലായിരുന്നപ്പോൾ അവർക്കെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുന്നതിന് എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ചാണ് പടപൊരുതിയത്. അതിൻ്റെ അനന്തരഫലമാണ് നാം ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. തെല്ലും ഭയപ്പാടില്ലാതെ നമ്മുടെ കൂരകളിൽ, വീടുകളിൽ നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നത് നമ്മുടെ മുൻഗാമികൾ കാണിച്ച ആ ധീരതയുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം നഷ്ടപ്പെടരുത്, നമ്മുടെ രാജ്യം തകരരുത് എന്ന ലക്ഷ്യത്തോടുകൂടി വളർന്നു വരുന്ന തലമുറ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. അതോടൊപ്പം വിശുദ്ധമായ ഇസ്ലാം, അത് അള്ളാഹുവിൻ്റെ മതമാണ്, സമാധാനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാം മതം ലോകത്ത് പ്രചാരം നേടിയത് സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെയാണ്. നമ്മുടെ രാജ്യത്തേക്ക് ഇസ്ലാം കടന്നു വരുമ്പോൾ അവരെ സ്വീകരിച്ചത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ്. ഇവിടെ അവരെ സ്വീകരിക്കാൻ മുസ്ലിം സംഘടനകൾ ഉണ്ടായിരുന്നില്ല, മുസ്ലിം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള വിശാല മനസ്കരായ ഹൈന്ദവ സമൂഹമാണ് ഇസ്ലാമിക് മിഷണറി സംഘത്തെ സ്വീകരിച്ചത്. അവർക്കാവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുത്തത്, ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി അവസരമൊരുക്കി കൊടുത്തത്, പള്ളി നിർമ്മിച്ചു കൊടുത്തത്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഇസ്ലാമിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച നമ്മുടെ രാജ്യത്തെ നമ്മുടെ പൂർവികന്മാർ, അവരൊക്കെ കാണിച്ച സഹിഷ്ണുതയുടെ അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് തുടരേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തി, എല്ലാ നിലക്കും ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി നടക്കുന്ന ഹീനമായ ശ്രമങ്ങളെ വളർന്നു വരുന്ന തലമുറ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്ലാമോഫോബിയ പടർന്നു പന്തലിക്കുന്നതിന് വേണ്ടി നിഗൂഢമായ ശ്രമങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് മുഴുവനും ഇസ്ലാം മതത്തെ തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ, അസഹിഷ്ണുതയുടെ മതമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ വളർന്നു വരുന്ന കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ സ്നേഹ മസൃണമായ സന്ദേശത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് പ്രിയപ്പെട്ട
കുരുന്നു പ്രതിഭകളെ നിങ്ങളാണെന്ന് ഞാൻ ഉണർത്തട്ടെ. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ സ്നേഹ സന്ദേശത്തെ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കണം. അതിന് ധാരാളം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അപ്പോഴൊന്നും പതറാതെ നാം ധീരമായി മുന്നോട്ട് പോകണം. ഫാസിസം ചരിത്രത്തെ വിസ്മൃതിയിലാഴ്ത്തുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം 2014 ശേഷം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. ചരിത്രപരമായ പ്രാധാന്യങ്ങളുള്ള സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റപ്പെടുകയാണ്. സംസ്കൃതിയെ മാറ്റാൻ ശ്രമിക്കുകയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്രത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ പോരാട്ടം നമ്മൾ സംഘടിപ്പിക്കണം. ചരിത്രം ഒരിക്കലും വിസ്മരിക്കാനുള്ളതല്ല. പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി വളർന്നു വരുന്ന കലാപ്രതിഭകൾ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ചരിത്ര വായന നടത്തുമ്പോൾ ധാർമ്മികതയുടെ പക്ഷത്തു നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. സാഹിത്യങ്ങളും കലകളും ധാർമ്മികവൽക്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമം നടത്തണം. അതെങ്ങനെയാണ്? മനുഷ്യനെ അറിഞ്ഞുകൊണ്ടുള്ള സാഹിത്യമാണ് നമുക്കുണ്ടാകേണ്ടത്. മനുഷ്യനെ മനുഷ്യനായിട്ട് ചിത്രീകരിക്കാനുള്ള സർഗാവാസനകളാണ് നമ്മൾ പ്രസരിപ്പിക്കേണ്ടത്. ആ രീതിയിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ, മനുഷ്യനെ തിരിച്ചറിയാൻ ഒരു പ്രളയത്തെ നമ്മൾ കാക്കേണ്ടതില്ല. ഒരു ലാൻഡ് സ്ലൈഡിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എപ്പോഴും മനുഷ്യത്വത്തെ പ്രചരിപ്പിക്കുന്നതിന്, അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കഥകളുടെ തീം മനുഷ്യനായിരിക്കണം. നമ്മുടെ നോവലിന്റെ ആശയം മനുഷ്യനായിരിക്കണം. നമ്മുടെ കവിതയുടെ ആശയം മനുഷ്യനായിരിക്കണം. മനുഷ്യനു വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ജീവികൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള രചനകൾക്കും സൃഷ്ടികൾക്കും നമ്മൾ നേതൃത്വം നൽകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള സുന്നി യുവജന സംഘം അതിൻ്റെ സേവനപാതയിൽ 7 പതിറ്റാണ്ട് പൂർത്തിയാക്കിയിട്ട് പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുകയാണ്. അതിനുവേണ്ടി നാം സെലക്ട് ചെയ്തിരിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്. മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയമാണ് നാം കാഴ്ചവെക്കേണ്ടത്. എല്ലാ മേഖലകളിലും മനുഷ്യപ്പറ്റോടുകൂടി ഇടപഴകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ മണ്ണിനോട്, വിണ്ണിനോട്, സസ്യങ്ങളോട്, പക്ഷികളോട്, മൃഗങ്ങളോട്, എല്ലാറ്റിനോടും മനുഷ്യപ്പറ്റോടുകൂടി സമീപിക്കാൻ നമുക്ക് സാധിക്കണം. വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ SYSന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സാന്ത്വനം പ്രവർത്തകന്മാർ കഴിഞ്ഞ ദിവസം ചെയ്ത സേവനങ്ങൾ ഇവിടെയുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? മനുഷ്യ ജീവനുകൾ അന്വേഷിച്ചുകൊണ്ട്, കബന്ധങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രക്കിടയിൽ ഏതോ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അടിഭാഗത്ത് വല്ലാതെ പ്രയാസപ്പെടുന്ന കന്നുകാലികളെ അവർ രക്ഷപ്പെടുത്തിയിട്ട് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കഥ നമ്മൾ ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മാനവികതയുടെ പക്ഷത്തു നിന്നുകൊണ്ട്, അതായത് ഈ ഭൂമിയിലെ, ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവി പോലും വേദനിക്കരുത്, അകാരണമായിട്ട് ഒരാൾക്ക് പോലും പ്രയാസം അനുഭവിക്കേണ്ടി വരരുത് എന്ന് പറയുന്ന വിശാലമായ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണ് നമ്മളിവിടെ കാഴ്ചവെക്കേണ്ടത്. അതുകൊണ്ട് മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയം അത് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഭീഷണികളും ഉണ്ടാകുന്ന അക്രമങ്ങളും അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സാഹിത്യകാരന്മാരെ, നമ്മുടെ പേനകൾ ഫാസിസത്തിനെതിരെ, മനുഷ്യന്റെ മഹത്വങ്ങളെ കളങ്കപ്പെടുത്തുന്ന തോന്നിവാസങ്ങൾക്കെതിരെയുള്ള ശക്തമായ പടവാളുകളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ തൂലികകളും നമ്മുടെ വാക്കുകളും ഫാസിസത്തെ അടിച്ചമർത്താനുള്ള ആയുധങ്ങളായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് പുതുതലമുറ വലിയ പ്രതീക്ഷയോടെയാണ് വരും കാലഘട്ടത്തെ നോക്കിക്കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രയുഗത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ വളർന്നു വന്ന സാഹചര്യത്തിൽ അയൽവാസിയെ തിരിച്ചറിയുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. അയൽവാസിയെ തിരിച്ചറിയാൻ, അയൽവാസിയുടെ വേദന മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏകാന്തതയിൽ നിന്ന് ലോകാന്തത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള സന്ദേശങ്ങളാണ് ഈ സാഹിത്യ സമ്മേളനത്തിൽ നമ്മുടെ പ്രഭാഷകരൊക്കെ നമ്മോട് ഉണർത്തിയത്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾക്ക് മൂർച്ച കൂട്ടിയിട്ട് വരും കാലങ്ങളിൽ ഈ രാജ്യത്ത് മാനവികതയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തുന്ന സാഹിത്യകാരന്മാരായിട്ട്, കലാകാരന്മാരായിട്ട് മാറാൻ പ്രിയപ്പെട്ട SSFന്റെ കൊച്ചഞ്ചന്മാരെ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശങ്ങളെ എല്ലാവരിലേക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയണം. അയൽവാസിയായിട്ട് ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ
ആ വീട്ടുകാരന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടതുണ്ട്. മുസ്ലിമാണ് അയൽവാസി എന്നറിയുമ്പോൾ ഭയപ്പാടോടെയല്ല അവൻ കിടന്നുറങ്ങേണ്ടത്. അവന് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കണം. ഇസ്ലാം അതാണ് പഠിപ്പിച്ചത്. ആ സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ഐക്യത്തിന്റെ, സഹിഷ്ണുതയുടെ വിശാലമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശങ്ങളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വരും കാലങ്ങളിൽ അതിന്റെ ഉന്നതമായ ദൗത്യം ഏറ്റെടുക്കേണ്ടത് പ്രിയപ്പെട്ട SSFകാരെ നിങ്ങളാണ്. 31 വർഷമായി SSF സാഹിത്യോത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് SSF സാഹിത്യോത്സവം നടത്തുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഒരു മറുപടിയേ ഉള്ളൂ. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലങ്ങളായിട്ട് SSFന്റെ ഇത്തരം സാഹിത്യ മത്സരങ്ങളിൽ, സാഹിത്യവേദികളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഇക്കാലഘട്ടത്തിൽ ആ സമകാലിക ലോകത്ത്, ഇസ്ലാമിക ദഅ്വാ രംഗത്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ, സാംസ്കാരിക ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് SSFന്റെ ദൗത്യം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിളിച്ചോതുന്നത്. അതുകൊണ്ട് SSF തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും നമ്മൾ ഏറ്റെടുക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളോട് ഒരു കാര്യം കൂടി പറയുന്നു. നമ്മുടെ യൂണിറ്റുകളിൽ SSFന് നല്ല പിന്തുണ നമ്മൾ നൽകണം. നമ്മുടെ മക്കൾ SSFലൂടെ വളർന്നു വരട്ടെ. നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ സാഹിത്യകാരൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയത് SSF ഒരു മതസംഘടന മാത്രമാണെന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് SSFന്റെ പ്രവർത്തനത്തിന്റെ ബാഹുല്യം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്ന്. നമ്മുടെ സന്ദേശങ്ങൾ എത്താത്ത വലിയ തലമുറ, വലിയ വിഭാഗം നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടെന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് സാഹിത്യോത്സവിൽ പരിപാടികൾ അവതരിപ്പിച്ച് സമ്മാനവുമായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോയതിനു ശേഷം നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ സ്നേഹ സന്ദേശം എല്ലാവർക്കും കൈമാറുക, എല്ലാവർക്കും പകരുക എന്നുള്ളത്. ആ ഉന്നതമായ ദൗത്യം പ്രിയപ്പെട്ട SSFകാരെ നിങ്ങൾ ഏറ്റെടുക്കണം. അതിന് രക്ഷിതാക്കളെ നിങ്ങൾ പിന്തുണക്കണം. പുതിയ ലോകമെന്ന് പറയുന്നത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റീൽസിനും ഷോർട്സിനും അടിമപ്പെട്ടുകൊണ്ട് അത് മാത്രമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച വലിയൊരു സമൂഹം നമ്മുടെ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ വളർന്നു വരുമ്പോ അതല്ല ജീവിതം. അതിന് ജീവിതത്തെ തന്നെ ലഹരിയായി കണ്ടുകൊണ്ട് അതിന്റെ യഥാർത്ഥത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ പിന്നെ അവൻ ഇരുകാലി മൃഗത്തിന് സമമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ SSFന്റെ ത്രിവർണ്ണ പതാക ഓരോ ഗ്രാമങ്ങളിലും പാറിക്കളിക്കട്ടെ. ഇതിലൂടെ വളർന്നു വരുന്ന തലമുറ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, മുതിർന്നവരോട് ആദരിക്കുന്ന, രാഷ്ട്രത്തോട് കടപ്പാടുള്ള, സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള, ഏറ്റവും നല്ല ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരായിട്ട് SSFലൂടെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് SSFന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ശക്തി പകരേണ്ടിയിരിക്കുന്നു. SSFലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിലും മതകലാലയങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിലും അവർ വളർന്നു വരുമ്പോ അവർ രാജ്യത്തിന്റെ സ്വത്തുക്കളായിട്ട് മാറുകയാണ്. രാജ്യത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടുള്ള, ഉന്നതമായ സ്വപ്നങ്ങളുള്ള ഏറ്റവും നല്ല തലമുറയാണ് SSFലൂടെ വളർന്നു വരുന്നത്. തലയെക്കെട്ട് കെട്ടിയിട്ടുള്ള ഉസ്താദുമാരെ കാണുമ്പോ അവർ ലോകം തിരിയാത്തവരാണെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. അവർക്കറിയാം ലോകത്തിന്റെ സ്പന്ദനങ്ങൾ, അവർക്കറിയാം ലോകത്തെ മുഴുവനും അവർ നോക്കിക്കാണുന്നവരാണ്. അവർ തലയെക്കെട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബൗദ്ധികമായ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവരാണവർ. അതിനവരെ പാകപ്പെടുത്തിയത് SSF എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് മതപരമായ നല്ല അറിവുണ്ട്, ആഴത്തിൽ അറിവുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല പൗരന്മാരായിട്ട് ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന, ലഹരിക്കടിമപ്പെടാത്ത, ലിബറൽ ചിന്താഗതിക്ക് തന്റെ ബുദ്ധിയെ പണയപ്പെടുത്താത്ത, യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോകാത്ത വിദ്യാർത്ഥി സമൂഹത്തെയാണ് SSF ഈ ഉമ്മത്തിന് സമർപ്പിക്കുന്നത് എന്ന ഉത്തമമായ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇതിനെ സമീപിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ നമ്മുടെ പാരമ്പര്യമായ വിശ്വാസം അഹ്ലുസുന്ന വൽ ജമാഅ, നമ്മൾ എത്ര പഠിച്ചു വളർന്നാലും ബൗദ്ധികമായിട്ട് എത്ര ഉയർന്നാലും നമുക്കൊരു ആദർശമുണ്ട്. ആ ആദർശം എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. മഹാന്മാരായ അമ്പിയാക്കൾ കാണിച്ച, സഹാബത്ത് കാണിച്ച, അയിമ്മത്ത് മുജ്തഹിദ് കാണിച്ച നമ്മുടെ പരമ്പരയായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചേർന്ന ആ വിശുദ്ധമായ ആദർശം, ആ ആദർശം അടിയുറച്ചു നിന്നുകൊണ്ട് ഭൗതികതയ്ക്ക് അടിമപ്പെടാതെ, തീവ്രവാദത്തിലേക്ക് പോകാതെ, നിരീശ്വരവാദത്തിലേക്ക് പോകാതെ,
ഭീകര ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ കുടിയിരുത്താതെ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള എല്ലാ പ്രക്രിയകളിലും നമ്മുടേതായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട SSFന്റെ കൂട്ടുകാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. SYSന്റെ പ്ലാറ്റിനം ഇയർ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈവിധ്യങ്ങളായ പരിപാടികൾ നമ്മുടെ യൂണിറ്റുകളിലും സർക്കിളുകളിലും സോണുകളിലും നടക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. ഇന്നിവിടെ പാടുന്നവരും പ്രസംഗിക്കുന്നവരും എഴുതുന്നവരും വരക്കുന്നവരും നാളത്തെ ജേതാക്കളും നേതാക്കളുമായിട്ട് മാറും. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ നാട്ടിൽ വന്ന് SSFന്റെ പരിപാടി അവതരിപ്പിച്ചവർ, സാഹിത്യം പ്രസംഗിച്ചവർ, പാട്ടുപാടിയവർ, വരച്ചവർ, എഴുതിയവർ പിൽക്കാലത്ത് വലിയ നേതാക്കളായി വരുമ്പോൾ അതിന് പിന്തുണ നൽകി എന്നതിൻ്റെ പേരിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയും. ആ നിലക്ക് നമ്മുടെ സംരംഭങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പയ്യവളിക്കയിലെ ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി മാസങ്ങളോളമായിട്ട് ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും ഡിവിഷൻ പരിധിയിലെയും സോൺ പരിധിയിലെയും നേതാക്കളും പ്രവർത്തകരും അക്ഷീണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.